ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? Now going to be 25 years. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്? ഇവിടെ ഒരു നല്ല പ്ലേസ് അല്ലേ, ഒരു സൊസൈറ്റി മിംഗ്ലിംഗ് പീപ്പിൾ ആണ്. സോ വി ആർ മീറ്റിംഗ് എവറി ടൈം ന്യൂ പീപ്പിൾ. ഒരു നല്ല പെരുന്നാളായിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പെരുന്നാളായിട്ട് നല്ല വിശേഷം. ഇന്ന് ഞങ്ങൾ ആൾക്കാരെ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് ദി ഈദാണെന്ന്. അപ്പോൾ രാവിലെ ഒരു മീഡിയ ആളുണ്ട്, ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ ഒരുപാട് പേര് വരും. പിന്നെ ഇത് നമ്മുടെ ഇന്ത്യയുടെ സെക്കൻഡ് മെറൈൻ ഡ്രൈവ് ആണ്. ഇതിൻ്റെ ലെന്ത് സ്ട്രെച്ച് നിയർലി 4 kilometers. ഇവിടെ സ്ഥലത്തെ പറ്റി പറയുമ്പോഴാണ് ഇവിടെ ഒരു നദിയും കായലും ഉണ്ട്. വടക്ക് നിന്ന് വരുന്ന പെരിയാർ നദി, തെക്ക് നിന്ന് ആലപ്പുഴ നിന്ന് വരുന്ന വേമ്പനാട് കായൽ, ഇത് രണ്ടും കൂടെ മെർജ് ചെയ്യുന്നത് പടിഞ്ഞാറേ ഭാഗത്ത് അറേബ്യൻ സീയിൽ. ഇവിടെ നേരത്തെ എറണാകുളം ജില്ലയിലെ ചെറുതും വലുതായിട്ടുള്ള 24 ദ്വീപുണ്ടായിരുന്നു. ഇപ്പോൾ മിക്കവാറും എല്ലാം പാലം കെട്ടി കണക്ട് ചെയ്ത് ആദ്യത്തെ പാലം ആ കാണുന്നതാണ്. ആ പാലത്തിൻ്റെ പേരാണ് ഗോശ്രീ ഫസ്റ്റ് പാലം. ഈ പാലം ലിങ്ക് ചെയ്യുന്നത് ബിറ്റ്വീൻ എറണാകുളം ബോൾഗാട്ടി, സെക്കൻഡ് ഐലൻഡ് വല്ലാർപാടം, തേർഡ് വൈപ്പിൻ. ഇവിടുത്തെ ഏറ്റവും നീളം കൂടിയ ഐലൻഡാണ് വൈപ്പിൻ. അതിൻ്റെ ലെന്ത് സ്ട്രെച്ച് നിയർലി 25 kilometers. ഒരു കോർപ്പറേഷൻ, 7 പഞ്ചായത്തിൻ്റെ തിക്ലി പോപ്പുലേറ്റ് ഏരിയ. ആ ലാസ്റ്റ് കാണുന്നതാണ് കൊച്ചിൻ ഷിപ്പ് യാർഡ്. കൊച്ചി ഷിപ്പ് മെയിൻ്റനൻസ് ആൻഡ് മാനുഫാക്ചറിങ്. നമ്മുടെ നേവിയുടെ ഏറ്റവും വലിയ ഷിപ്പ് ഉണ്ടല്ലോ, INS വിക്രാന്ത്, അത് അവിടെയാണ് നിർമ്മിച്ചത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡ്യൂറേഷൻ 14 years ആയിരുന്നു. മാനുഫാക്ചറിങ് കോസ്റ്റ് 23,000 CR. എയർക്രാഫ്റ്റ് കാരിയേഴ്സ് അത് 28 എയർക്രാഫ്റ്റിക്ക് എത്തി ന്യൂക്ലിയർ. ആ കാണുന്നുണ്ടോ, അതാണ് COT. COT എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ഓയിൽ ടെർമിനൽ, ക്രൂഡ് ഓയിൽ ടെർമിനൽ സ്റ്റേഷൻ. നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയൊക്കെ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡ് ഓയിൽ സൗദി അറേബ്യയിൽ നിന്നൊക്കെ ഷിപ്പിൽ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നിന്ന് ഈ പൈപ്പ് കണക്ട് ചെയ്തിട്ട് ഈ ക്രൂഡ് ഓയിൽ എസ്കലേറ്റ് ചെയ്തിട്ട് അണ്ടർഗ്രൗണ്ട് വഴി നേരെ പോകുന്ന കൊച്ചിൻ റിഫൈനറിയാണ്. ഇവിടെ നിന്നുള്ള ദൂരം 20 kilometers. ആ സ്ഥലത്തിൻ്റെ പേരാണ് അമ്പലമുകിൽ. അവിടെയാണ് നമ്മുടെ റിഫൈനറി ഉള്ളത്. ഈ ക്രൂഡ് ഓയിൽ അവിടെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരാണ് ഓയിൽ ബെർത്ത് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ടെർമിനേഷൻ. ആ ക്രെയിൻ കാണുന്നുണ്ടോ, അതാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ. നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കൊച്ചിൻ പോർട്ട് അഡ്മിനിസ്ട്രേഷൻ ദുബായ് ആയിട്ടുള്ള എഗ്രിമെൻറ്റിൽ അത് നിർമ്മിക്കാനുള്ള മുഴുവൻ പണം ഇൻവെസ്റ്റ് ചെയ്തത് ദുബായാണ്. 3600 കോടി രൂപ. അതിനൊരു എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ഉണ്ട് 35 കൊല്ലത്തേക്ക്. ഇപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 70% ദുബായിക്ക്, 30% കൊച്ചിൻ പോർട്ടിൽ. നിർമ്മിച്ചിട്ട് 15 വർഷം കഴിഞ്ഞ് റിമൈനിങ് 20 years more. എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ഓൺലി കാർഗോ. ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നത് റൈസ്, വീറ്റ്, ടെക്സ്റ്റൈൽസ്, വുഡ്, സീ ഫുഡ്, സ്പൈസസ്. അവിടെ വരുന്ന ക്രൂഡ് ഓയിലാണ്. അവിടുത്തെ താഴ്ച 65 അടിയുണ്ട്. ആ സ്ഥലത്തിൻ്റെ ആക്ച്വൽ പേര് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, ICTT, ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ. ചേട്ടൻ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? Now going to be 25 years.